കേന്ദ്ര സർക്കാരിന്റെ അറിവോ അനുമതിയോ ഇല്ലാതെ അതിർത്തിക്കപ്പുറത്ത് രഹസ്യ ഓപ്പറേഷനുകൾ നടത്താൻ വി.കെ. സിംഗ് ശ്രമിച്ചുവെന്നാണ് റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തൽ. തന്റെ പിൻഗാമിയായി ചുമതലയേൽക്കേണ്ട വിക്രം സിംഗിനെതിരെ കരുക്കൾ നീക്കാനും വി.കെ. സിംഗ് സൈന്യത്തിന്റെ പണം ഉപയോഗിച്ചതായി പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. വി.കെ. സിംഗിന്റെ കാലത്ത് 2010 രൂപം നൽകിയ ടെക്നിക്കൽ സർവീസ് ഡിവിഷൻ വഴിയാണ് ഈ നീക്കങ്ങൾ നടത്തിയത്. സൈന്യത്തിന്റെ 10 കോടി രൂപയെങ്കിലും വി.കെ. സിംഗ് തന്റെ ദുരൂഹമായ നീക്കങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. കരസേനയുടെ മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറലായ ലഫ്റ്റനന്റ് ജനറൽ വിനോദ് ഭാട്ടിയ അധ്യക്ഷനായ ബോർഡ് ഓഫ് ഓഫീസേഴ്സ് നടത്തിയ അന്വേഷണമാണ് TSDയുടെ ക്രമക്കേടുകൾ കണ്ടെത്തിയത്. TSD അംഗങ്ങൾ സ്വകാര്യ പാസ്പോർട്ടിൽ ദുബായ്, ലണ്ടൻ എന്നിവിടങ്ങളിൽ നിരന്തരം സന്ദർശനം നടത്തിയിരുന്നതായും റിപ്പോർട്ടിലുണ്ട്. എന്നാൽ ഈ നീക്കങ്ങളുടെ രഹസ്യ സ്വഭാവം എന്തായിരുന്നുവെന്ന് മിലിറ്ററി ഇന്റലിജൻസ് വ്യക്തമാക്കിയിട്ടില്ല. റിപ്പോർട്ട് കഴിഞ്ഞ വർഷം പ്രതിരോധ സെക്രട്ടറി ശശികാന്ത് ശർമ്മയ്ക്ക് സമർപ്പിച്ചിരുന്നു. സൈന്യത്തിന്റെ മുൻ മേധാവിയായതുകൊണ്ട് ഇക്കാര്യത്തിൽ കരുതലോടെയാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത്. CBIയെ പോലുള്ള ഏജൻസികളെ കൊണ്ട് ആരോപണം അന്വേഷിപ്പിക്കുന്നതിനെക്കുറിച്ച് തീരുമാനമെടുക്കാൻ റിപ്പോർട്ടിന്റെ സംക്ഷിപ്ത രൂപം കേന്ദ്ര പ്രതിരോധ മന്ത്രി A.K. ആന്റണി പ്രധാനമന്ത്രിയുടെ ഓഫീസിന് കൈമാറി. മീഡിയ 1, ഡൽഹി.